ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലിയ പ്ലാന്റിൻ്റെ അതുപോലെ തന്നെ കമേലിയ പ്ലാന്റിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അസേലിയ അതുപോലെ തന്നെ കമേലിയ പ്ലാന്റ്സ് ആണ്. ഈ രണ്ട് കോംബോയും വരുന്നത് 4 വ്യത്യസ്ത കളറുകളിലായിരുന്നു വരുന്നത്. 350 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അസേലിയൻ്റെ ആയാലും കമേലിയൻ്റെ ആയാലും 350 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. 2 കോംബോ ആണ് കൊടുക്കുന്നത്, ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും. നമുക്കധികം കിട്ടാത്തൊരു ചെടിയും കൂടിയാണ് ഈ ഒരു അസേലിയ അതുപോലെ തന്നെ കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ്സ്. സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക. അത്യാവശ്യം നല്ല റേറ്റ് കൂടിയ പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ അസേലിയ അതുപോലെ തന്നെ കമേലിയ പ്ലാന്റ്. നമ്മുടെ നാട്ടിലൊന്നും അധികം കിട്ടാത്തൊരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന അസേലിയ പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പോട്ടി മിക്സ് എന്ന് പറയുന്നത് കമേലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായൊരു പോട്ടി മിക്സാണ് വരുന്നത്. ചകിരിച്ചോറും കുറച്ച് മണ്ണും അതിൻ്റെ കൂടെ തന്നെ ചാണകപ്പൊടിയും പിന്നെ നമുക്ക് ഏറ്റവും കൂടെ അത്യാവശ്യമായിട്ട് വരുന്നത് കരികിലപ്പൊടിയാണ്. ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് ഏറ്റവും കൂടെ അത്യാവശ്യമായിട്ട് വരുന്ന കരികിലപ്പൊടിയാണ്. അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ്. അപ്പം നമ്മുടെ ഈ ഒരു അസേലിയ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ഒരുപാട് പേര്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക. അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ വെള്ളവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ അധികം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തന്നെ 2 ദിവസം കൂടുമ്പോൾ നനച്ചാലും മതി. വെള്ളം അധികം ആവശ്യമുള്ളൊരു പ്ലാന്റ് അല്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കണമെങ്കിൽ ഡെയിലി വെള്ളം ഒഴിക്കുന്നതും നല്ലതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെടി നടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലതാണ്. നമ്മുടെ പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഒരു സഹായം ചെയ്യുന്നൊരു മരുന്നാണ് സാഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അസേലിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സീസണൽ ഫ്ലവർ അല്ല ഇത് വരുന്നത്. നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു ചെടിയും കൂടിയാണ് ഈ ഒരു അസേലിയ. ഇത് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഫ്ലവർ കുറഞ്ഞു വരുന്നൊരു ടൈം എന്ന് പറയുന്നത് മഴക്കാലത്താണ്. മഴ സീസൺ ആകുമ്പോൾ കുറച്ച് ഫ്ലവർ കുറയും. എന്ന് വെച്ചാൽ ഒട്ടും കുറയുന്നില്ല, 1-2 ആയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ചെടിയിൽ കാണാൻ കഴിയുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് ഫ്ലവർ തരുന്നൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു അസേലിയ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ്. അടുത്ത പ്ലാന്റ് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ്. സെയിം റേറ്റിൽ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ്. 4 വ്യത്യസ്ത കളറുകളാണ് വരുന്നത്. 350 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് അത്യാവശ്യം നല്ല നനവും തണുപ്പും ആവശ്യമുള്ള ഒരു പ്ലാന്റാണ് കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ്. അസേലിയയെ വെച്ച് നോക്കുമ്പോൾ അസേലിയ 2 ദിവസം കൂടിയാലും നനച്ചാൽ മതി. കമേലിയ എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് നനവ് ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു കമേലിയ എന്ന് പറയുന്ന പ്ലാന്റ്. ഗ്രോത്ത് പറ്റ കുറവാണെങ്കിലും പരമാവധി വലിപ്പം എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലവറിങ് ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല കട്ട റോസ പോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കമേലിയ എന്ന് പറയുന്നത്. റോസാപ്പൂക്കൾ പോലെയാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുക. ഒരുപാട് തിക്കായിട്ട് ഡാർക്കായിട്ട് ഒരുപാട് ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കമേലിയ പ്ലാന്റിന് ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ വരില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിന് നല്ല കട്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുഭാഗങ്ങൾക്ക് നല്ല കട്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന രോഗം അങ്ങനെ വരില്ല. അപ്പോൾ അതോർത്ത് പേടിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു രോഗം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഏൽക്കില്ല. നല്ല നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ അതൊന്നും മാത്രം ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ട് നടക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിന് പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അസേലിയ പ്ലാന്റിന് ഉപയോഗിച്ച പോലെ തന്നെ കരികിലപ്പൊടി വേണമെങ്കിൽ ഇതിന് കൊടുക്കാവുന്നതാണ്. നല്ലതാണ്, പ്ലാന്റിന് നല്ലതാണ്. പിന്നെ പരമാവധി ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു പ്ലാന്റിന് കിട്ടിയ മണ്ണെന്ന് പറയുന്നത് കിട്ടുന്ന ഒരു മണ്ണെന്ന് പറയുന്നത് ഒരു കറുപ്പ് കൂടിയ ഒരു മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി ചുമപ്പായാലും വിഷയമൊന്നുമില്ല. കറുപ്പ് കൂടിയ മണ്ണാണ് കുറച്ചും കൂടി നല്ലത്. ഈ ഒരു അസേലിയക്കായാലും കമേലിയക്കായാലും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു അസേലിയയുടെയും കമേലിയയുടെയും കോംബോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.